ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 6-ാം നമ്പർ എന്ന് പറയുമോ അല്ലെങ്കിൽ പൊട്ടിയപ്പം എന്ന് പറയുമോ, അതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. മൈദപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം എള്ളിട്ട് കൊടുക്കുക. ഞാനൊരു കൈ കണക്കിനാണ് എടുക്കുന്നത്. നിങ്ങൾ സ്പൂണിനെടുത്താൽ മതി. ഞാൻ കൈ കണക്കിന് ഇതിൻ്റെ ഒരു സുമാർ എടുത്തതാണ്. ഇനി ഞാനൊരു 1/4 ടീസ്പൂണോളം കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടിയിട്ടൊന്ന് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. പൊടിയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ച് പാർന്ന് കൊടുക്കണം. ഒരു കോഴിമുട്ട എന്ന് വെച്ചാൽ 1 കിലോ പൊടിക്കാന്ന് ഒരു കോഴിമുട്ട ചേർക്കുക. ഇത് ഞാൻ 1 കിലോ തന്നെ എടുത്തിക്കില്ല പൊടി. അധികം കോഴിമുട്ടായി പോകരുത്. എന്താണെന്ന് വെച്ചാൽ നേരം പദം വന്നുകളെ. ഞാൻ 1 കിലോ പൊടിക്ക് ഒരു കോഴിമുട്ട എടുക്കും. 1 കിലോ 2 കിലോത്തിനതായാലും ഒരു കോഴിമുട്ട മതി. ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കൊണ്ടാണ്. ഇനി ഇത് നമുക്ക് നന്നാക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുക. 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ആ ഗ്ലാസ് വെള്ളം, അത് 1 ഗ്ലാസ് എന്ന് വെച്ചാൽ ശേഷം വലുപ്പമുള്ള ഗ്ലാസ്സാണ് കേട്ടോ. 1 ഗ്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം കൊള്ളും. അതിൽ ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് കണക്കായ വെള്ളമാണത്. ഇനി നന്നാക്കി ഇതൊന്ന് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കണം. അധികം നേർമായി പോകരുത്. നല്ല കട്ടിയിലായിരിക്കണം കുഴച്ചെടുക്കൽ. മറ്റേത് ഒട്ടിപ്പിടിച്ച് കളയുമ്പോൾ 6-ാം നമ്പർ മുറിച്ചെടുക്കുമ്പോൾ ഒക്കെ ഒട്ടി പോകും. അതിന് നല്ല മുറുക്കത്തിലായിരിക്കണം ഇത് കുഴക്കുന്നത്. എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഒക്കെ നന്നാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. നന്നാക്കി കുഴച്ചെടുക്കണം. കൈ പറ്റാൻ പാടില്ല. നല്ലോണം കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതാ വെയിറ്റ് ചെയ്യാൻ വെച്ച് നന്നാക്കി ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ബോള് പിടിച്ചിടണം. കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ബോള് പിടിച്ചിടുക. ഒരു പൊറാട്ടൻ്റെ മാവോളം വേണം ബോള് പിടിച്ചിടുമ്പോൾ. അല്ലെങ്കിൽ ഒരു 2 ചപ്പാത്തിൻ്റെ ബോളോളം വേണം ഒരു ബോള്. എന്നെങ്കിലാണ് ഇത് ലേശം വലുപ്പത്തിൽ പരത്തിയാൽ നമുക്കിത് മുറിച്ചെടുക്കാൻ. ചെറുപ്പത്തിലും പരത്തിയെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വലുപ്പത്തിലാകുമ്പം വേഗം കഴിയും. അതുകൊണ്ടാണ്. ഇനി ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അതിന് ഞാനിതാ കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ലേശം അരിപ്പൊടി, അതിൻ്റെ കൂടെ ലേശം ഒരു മൈദയും കൂട്ടി ഒന്ന് നന്നാക്കി മിക്സാക്കി എടുക്കണം. രണ്ടും കൂടി മിക്സാക്കി എടുത്തിട്ട് അത് ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് കൂട്ടി നന്നാക്കി പരത്തിയെടുക്കണം. ഓരോന്നോരോന്നാക്കി പരത്തിയെടുക്കുക. ഇതൊന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നെല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി ഇത് നല്ല നൈസാക്കി പരത്തിയെടുക്കണം. കട്ടി പാടില്ല. നൈസാക്കി പരത്തിയെടുക്കണം. അധികം പൊടിയായാലും നമുക്ക് കരിഞ്ഞു പോവും.
ഈ പൊടികൾ മേലെ നിന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോകും. അധികം പൊടി ഇടണമെന്നില്ല. അതാണ് ഞാൻ കട്ടി കുഴച്ചെടുക്കണമെന്ന് പറയുന്നത്. അഥവാ പൊടി നല്ലോണം ആയിപ്പോയിക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒക്കെ ഒന്ന് മുട്ടി തുടച്ച് കളയണം പൊടി മേലേന്ന്. ആ മേലയിലെ പൊടിയാണ് നമുക്ക് എണ്ണയിലിടുമ്പോൾ പൊടികളാണ് പൊരിഞ്ഞ് കറുപ്പ് കളറാവും എണ്ണ. അതുകൊണ്ടാണ് നമ്മളിത് പരത്തിക്കഴിഞ്ഞാൽ ഒന്ന് മുട്ടിക്കളഞ്ഞാലും മതി. കൂടുതൽ ഇട്ട് പോയിക്കുണ്ടെങ്കിൽ പരത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ലേശം തോനെ ഇടുക. എന്നിട്ട് നമുക്കത് തുടച്ചെടുത്താൽ മതി. ഇനി ഇത് ഞാനൊക്കെ ഒന്ന് നന്നാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും നൈസാക്കി പരത്തുന്ന അത്രത്തോളം നല്ലതാണ്. കൂടുതൽ കട്ടിയായാലിത് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല ചീച്ചലും പദമൊക്കെ വന്നാളി. അതിനെ കൊണ്ടിട്ടാണ് നല്ലോണം കട്ടി കുറയ്ക്കണമെന്ന് പറയുന്നത്. നിങ്ങളതുപോലെ തന്നെ എള്ളില്ല, വീട്ടിലില്ലെങ്കിൽ എള്ള് ചേർക്കണമെന്നില്ല. എന്തെങ്കിലും ഒന്ന് ചേർത്താലും മതി. ഞാനിത് ഉള്ളത് കൊണ്ടാണ് രണ്ടും ചേർത്തത്. വീട്ടിലുള്ളത് കൊണ്ട് എള്ളും കരിഞ്ചീരവും ചേർത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇനി നമുക്കിതൊക്കെ ഒന്ന് പീസാക്കി മുറിച്ചെടുക്കണം. എല്ലാം പീസാക്കി മുറിച്ചെടുക്കുക. അധികം വീതി കുറച്ച് കളയണ്ട. ലേശം വീതി, ഈ പാകത്തിലുള്ള വീതി ആയിരിക്കണം. 1 ഇഞ്ച് വീതി വേണം ഓരോന്നും മുറിച്ചെടുക്കുമ്പോൾ. ഓരോരോ ഇഞ്ച് വീതി ഉണ്ടെങ്കിലാണ് 6 നമ്പർ ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് ക്രോസാക്കി വെട്ടിയെടുക്കണം. ഒക്കെ ഇങ്ങനെ 4 മൂലയാക്കി ക്രോസാക്കി വെട്ടിയെടുക്കണം. നമ്മളിത് പീടികയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് നല്ലോണം എണ്ണയിൽ ഒക്കെ ഇതായി വരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റും കിട്ടും. നല്ല സാധനമായിരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ പീസാക്കി മുറിച്ചെടുത്താൽ നല്ല അടിപൊളി കാണാനുണ്ടാവും. ഇങ്ങനെ എല്ലാവരും ഒന്ന് പൊരിച്ച് വെക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾ വൈകുന്നേരം സ്കൂളും വിട്ടൊക്കെ വരുമ്പോഴേക്ക് നല്ലൊരു പലഹാരമാണ് 4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ. ആര് വിരുന്ന് വന്നാലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ നല്ല അടിപൊളിയാണത് പൊരിച്ച് വെച്ചാൽ. ഇതിന് 500 മൈദക്ക് 500 ഓയിലാണ് ഇതിന് വേണ്ടിയത്. സമാസമം 1 കിലോ 6 നമ്പർ പൊരിക്കണമെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി അതുമേലേക്കൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലായതുകൊണ്ട് നിങ്ങൾ തീ നന്നാക്കി കുറയ്ക്കണം. കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇടുകയും വേണം. ഇനി നമ്മൾ എണ്ണ ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ വെട്ടി വെച്ച 6 നമ്പർ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ട് ഇട്ടാലും നമുക്ക് ഇളക്ക് എത്തിയില്ല, ചുവന്ന് പോവും. പ്രത്യേകം സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കും. ഇനി ഓരോന്നോരോന്നാക്കി അതിലിട്ട് കൊടുക്കുക. ഇട്ടപാട് നല്ലോണം അത് വേർവിട്ട് കിട്ടേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ. നല്ലോണം ചുവന്ന് വരുന്നുണ്ട്. മറിച്ചിട്ട് ഒന്ന് കോരിയെടുക്കുക. നല്ലോണം എണ്ണ വാർത്തി കോരിയെടുക്കണം. സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട്
പെട്ടെന്ന് ചൂട് പിടിച്ചാൽ ഇത് കരിഞ്ഞു പോവും. നോസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കരിഞ്ഞ് കിട്ടുകയില്ല. ഒരു നല്ലൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് ഇത് അധികം ഗോൾഡൻ ആകാൻ നിൽക്കാതെ അപ്പോഴത്തേക്ക് കോരിക്കളയണം. ഇനിയൊക്കെ ഇതുപോലെ ഇട്ട് ഒക്കെ പൊരിച്ച് കോരിയെടുക്കുക. അങ്ങനെ എല്ലാം പൊരിച്ച് കോരിയെടുക്കുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ നല്ലോണം ഇത് പൊരിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കിത് പൊരിച്ച് വെച്ചാൽ വേഗം തീരും. കുട്ടികൾ നല്ല അടിപൊളി നമ്മൾ വാങ്ങുന്ന 6 നമ്പറിനെക്കാണിയൊക്കെ ടേസ്റ്റാകുന്നതിന്. എല്ലാവരും ഒന്ന് പൊരിച്ച് നോക്കുക, എന്നിട്ട് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഞാനിത് ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. പഞ്ചസാര ലായനിയാക്കി കുറുക്കിയെടുക്കണം. ഇത് വെള്ളം പോലെ ഇരിക്കരുത്. ഇത് നല്ലോണം കുറുകി വന്നിട്ട് നമുക്ക് കയ്യുമ്മലാക്കിയിട്ടൊന്നിങ്ങനെ തൊട്ട് നോക്കണം. എന്നിട്ട് അത് നല്ലോണം നൂല് പോലെ വലിയാന്നുണ്ടെങ്കിലാണ് ഇത് എടുക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം നെയ്യ് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിനും വേണ്ടിക്കൊണ്ടാണ്, ഓപ്ഷനാണ്. വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിയാൽ മതി. പറ്റി കൈ നല്ലോണം നൂല് പോലെ വലിയുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു സ്പൂണിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പഞ്ചാരയിലും കൂടി പാകം കൊണ്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻ്റ് അറിയിക്കുക. ഒക്കെ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് കുലുക്കി എല്ലാ സ്ഥലത്തും എത്തിക്കണം.